what's up guys, I'm Sudev and welcome back to my channel Super Clips. Super Clips Entertainmentന്റെ മറ്റൊരു മാർവൽ റിലേറ്റഡ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സോ ഗൈസ്, നമുക്ക് സ്പൈഡർമാൻ ഫാർ ഫ്രം ഹോമിന്റെ ഫസ്റ്റ് ടീസർ ട്രെയിലർ ലഭിച്ചു ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച. സോ ഒരുപാട് ആളുകൾ അതിന്റെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നോട് പറഞ്ഞിരുന്നു. ഞാൻ ഇതുവരെ ചെയ്യാഞ്ഞത് എനിക്ക് ടൈം കിട്ടാത്തതുകൊണ്ടാണ്. പഠനത്തിന്റെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ കുറച്ച് ദേഹാസ്വസ്ഥ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇതുവരെ ചെയ്യാത്തത്. സോ ഗൈസ്, നമുക്ക് സ്പൈഡർമാൻ ഫാർ ഫ്രം ഹോമിന്റെ 2 ട്രെയിലറുകളാണ് സോണി തന്നത്. ഒന്നൊരു US വേണ്ടിയിട്ടുള്ള ഒരു ടീസർ ട്രെയിലറും മറ്റൊന്നൊരു ഇന്റർനാഷണൽ ടീസർ ട്രെയിലറും. സോ ഇന്റർനാഷണൽ ട്രെയിലറിൽ കുറച്ച് ഫൂട്ടേജസ് അധികം ഉണ്ട്. സോ ആ ഫൂട്ടേജസിനെ പറ്റി മാത്രം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മാർവൽ കോമിക്സ്, മൂവീസ്, ഗെയിംസ് റിലേറ്റഡ് ആയ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. സോ ഗൈസ്, ഒരു സ്പോയിലർ അലേർട്ടും കൂടി ഞാൻ തരികയാണ്. കാരണം ഈ വീഡിയോയിൽ ഞാൻ കുറച്ച് സ്പോയിലേഴ്സ് പറയുന്നതായിരിക്കും, കുറച്ച് ഹ്യൂജ് സ്പോയിലേഴ്സ് തന്നെ ഞാൻ തരുന്നതായിരിക്കും. സോ അത് മൂവി കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു രസം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ സ്പോയിലേഴ്സ് ഒഴിവാക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സ്പോയിലേഴ്സ് പൂർണ്ണമായിട്ട് ഒഴിവാക്കുകയാണെങ്കിൽ ഈ വീഡിയോ കാണരുത്. സോ സ്പോയിലേഴ്സിനെ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. സോ ഗൈസ്, ട്രെയിലർ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് ഒരു ഹാളാണ്. ഒരു ന്യൂയോർക്ക് സിറ്റിയിലുള്ള ഒരു ഹാള്, ക്വീൻസിലുള്ള ഹാളാണെന്നാണ് തോന്നുന്നത്. അവിടെ ഒരു പരിപാടി, ഒരു ചാരിറ്റിക്ക് വേണ്ടിയുള്ള ഒരു പരിപാടി, ഹോംലെസ് സപ്പോർട്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പരിപാടി നടക്കുകയാണ്. ആൺമയാണ് ഈ പരിപാടി ഹോസ്റ്റ് ചെയ്യുന്നത്. ഈ പരിപാടിക്ക് കുറച്ച് പ്രൊമോഷന് വേണ്ടിയിട്ട് പീറ്റർ പാർക്കർ എന്ന സ്പൈഡർമാനെയും ഓൺമേ ക്ഷണിച്ചിട്ടുണ്ട്. സോ നമുക്ക് സ്പൈഡർമാൻ ഹോം കമ്മിങ്ങിന്റെ ലാസ്റ്റിൽ നിന്ന് മനസ്സിലായി ആൺമേക്ക് സ്പൈഡർമാന്റെ ഐഡന്റിറ്റി അറിയാന്ന്. അതായത് ലാസ്റ്റ് സീൻ തന്നെ സ്പൈഡർമാൻ പീറ്റർ ആണെന്ന് ഓൺമേ തിരിച്ചറിയുന്ന ഒരു സീനായിരുന്നു. സോ എന്തായാലും നമ്മളാദ്യം വിചാരിച്ചു ഓൺമേ പീറ്ററിനെ കുറെ ചീത്ത പറയും, കുറെ സങ്കടപ്പെടും എന്നൊക്കെ. ബട്ട് ഈ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് പീറ്റർ പാർക്കർ സ്പൈഡർമാൻ ആയതിൽ ഓൺമേക്ക് കുഴപ്പമൊന്നുമില്ല എന്നാണ്. ഓൺമേ അതില് ഫുൾ ഹാപ്പി ആണെന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ എന്തായാലും പരിപാടിക്ക് ശേഷം നമ്മള് പിന്നെ ഹാപ്പി ഹോഗനെ കാണുന്നുണ്ട്. സോ നമുക്ക് മനസ്സിലായി ഹാപ്പി എൻ ഗെയിമിന്റെ ഇവന്റ്സ് ഒക്കെ തരണം ചെയ്ത് സർവൈവ് ചെയ്ത് വന്നിട്ടുണ്ട്. മാത്രമല്ല ഹാപ്പിക്ക് കുറച്ച് നിരയൊക്കെ വന്നിട്ടുണ്ട്. സോ ഹാപ്പി തന്റെ കയ്യിൽ ഒരു ചെക്കും കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഈ ചെക്ക് സൈൻ ചെയ്തിരിക്കുന്ന മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം പെപ്പർ പോട്ട്സ് ആണ്. അതും ഈ ചെക്ക് വന്നിരിക്കുന്നത് സ്റ്റാർക്ക് റിലീഫ് ഫൗണ്ടേഷനിൽ നിന്നാണ്. അതും ഈ ചാരിറ്റിക്ക് വേണ്ടിയിട്ട് കൊണ്ടാണ്. ഏതാണ്ട് $5 ലക്ഷം ഇതിനു വേണ്ടിയിട്ട് പെപ്പർ പോട്ട്സ് ഡൊണേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ സൈൻ ചെയ്തത് പെപ്പർ പോട്ട്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പറയാം പെപ്പർ പോട്ട്സ് എൻ ഗെയിമിൽ സർവൈവ് ആയിട്ടുണ്ടെന്ന്. സോ പെപ്പർ പോട്ട്സിന് എൻ ഗെയിമിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. സോ ഗൈസ്, പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ ഹാപ്പിക്കും അതുപോലെ തന്നെ ഓൺമേക്കും ഇടയിൽ ഒരു ചെറിയ റിലേഷൻഷിപ്പ് ഉണ്ടായി വരുന്നതാണ്. ഒരു ചെറിയ പൂമ്പാറ്റ് വിടരുന്നു അല്ലെ, ഒരു പ്രേമം ഉണ്ടായി വരുന്നത് നമുക്ക് കാണാൻ കഴിയും, ഒരു ഫ്ലേർട്ടിങ്. അതിപ്പോ എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മള് സിവിൽ വാറിൽ കണ്ടു ടോണി സ്റ്റാർക്ക് ഓൺമയായിട്ട് കുറച്ച് ഫ്ലേർട്ട് ചെയ്യുന്നത്. ഏതാണ്ട് അതേപോലെ തന്നെ അവരുടെ ചാൻസ്, അതോ ഇനി ഈ ഒരു ബന്ധം കൂടുതൽ വളരാൻ ചാൻസ് ഉണ്ടെന്ന് അറിയില്ല. നമുക്ക് ചിലപ്പം ഈ റിലേഷൻഷിപ്പിന്റെ ബാക്കി മൂവിയിൽ കാണാൻ ചാൻസ് ഉണ്ട്. അതല്ലെങ്കിൽ ഇത് ജസ്റ്റ് ഈ ഒരു സീനിന് വേണ്ടി മാത്രമായിട്ടുള്ള ഒന്നായിരിക്കും ഈ ഒരു ഇടയിലുള്ള ഈ ഫ്ലർട്ടിംഗ് എന്ന് പറയുന്നത്. എന്തായാലും ഇവർ തമ്മിലുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് കണ്ടിട്ട് നമ്മുടെ പീറ്റർ തനിക്ക് വെച്ചു എന്താ നടക്കുന്നതെന്ന് പോലും മനസ്സിലാകാൻ നിൽക്കുന്നുണ്ട്. സോ ഗൈസ്, പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത് പീറ്റർ യൂറോപ്പിലേക്കുള്ള തന്റെ സ്കൂൾ ട്രിപ്പിന് വേണ്ടിയിട്ട് സാധനങ്ങൾ പാക്ക് ചെയ്യുന്നതാണ്. സോ നമുക്ക് എല്ലാവർക്കും ഇതിനു മുമ്പ് തന്നെ അറിവുണ്ടായിരുന്നു യൂറോപ്പിലേക്ക് ഇവർ ട്രിപ്പ് പോകുന്നുണ്ട്. യൂറോപ്പിൽ നിന്നാണ് ഈ മൂവിയുടെ ഭൂരിഭാഗം സംഭവങ്ങളും നടക്കുന്നത് എന്ന്. സോ എന്തായാലും ഇവിടെ പീറ്റർ യൂറോപ്പിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ശേഷം നമുക്ക് പീറ്ററിനെ ഡെൽമാറിന്റെ കടയിൽ കാണാൻ കഴിയും. സോ നമുക്ക് ഡെൽമാറിനെ ഹോം കമ്മിങ്ങിൽ വെച്ച് തന്നെ അറിയാം. പീറ്റർ പാർക്കർ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ് ഈ കടയിൽ. സോ ഇവിടെ പീറ്റർ താൻ യൂറോപ്പിലേക്ക് പോകുന്നുണ്ട്, അതാണ് ഇതാണെന്നൊക്കെ പറയാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഡെൽമാറിന്റെ കടയിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം മുകളില് ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട്, അതുപോലെ തന്നെ സ്പൈഡർമാന് മൊത്തം ഡെൽമാർ നിൽക്കുന്ന ഫോട്ടോ, പിന്നെ ഡെൽമാർ മറ്റാരുടെയോ ഒപ്പം നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്. അത് ഒബാമ ആവാനാണ് ചാൻസ്. ഓക്കെ, സോ ഗൈസ്, പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്ന സീൻ കുറച്ച് പ്രധാനപ്പെട്ടതാണ്. അതായത് സ്പൈഡർമാൻ ന്യൂയോർക്കിലൂടെ സ്വിങ് ചെയ്യുന്നു. ഇതിനോടൊപ്പം തന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഇവിടെ ഒരു ബിൽഡിംഗ് കാണാൻ കഴിയും. സോ ആരും ആദ്യം ഇത് ശ്രദ്ധിക്കില്ല, പിന്നീടാണ് മനസ്സിലാക്കുക. അതായത് ഈ ബിൽഡിംഗ് സത്യത്തിൽ നമ്മുടെ സ്റ്റാർക്ക് ടവർ അഥവാ അവെഞ്ചേഴ്സ് ടവർ ആണ്. സോ സ്പൈഡർമാൻ ഹോം കമ്മിങ്ങിൽ നമ്മൾ കണ്ടു ടോണി സ്റ്റാർക്ക് ഇത് ആർക്കോ വിറ്റിട്ടുണ്ട്. ആർക്കാണ് വിറ്റത് എന്ന് നമുക്കറിയില്ല.
സോ അതിനെ ചൊല്ലി ഇവിടെ 2 തിയറീസ് വന്നിട്ടുണ്ട്. ഒന്ന്, കുറച്ച് പേര് പറയുന്നത് ഈ ബിൽഡിംഗ് അവഞ്ചേഴ്സ് ടവർ വാങ്ങിയിട്ടുള്ളത് നോർമൻ ഓസ്ബോൺ ആണെന്നാണ്. അപ്പോൾ നോർമൻ ഓസ്ബോൺ ആണ് ഇത് വാങ്ങിയതെങ്കിൽ MCUയിൽ നമ്മൾ ഗ്രീൻ ഗോബ്ലിനെ കാണാനുള്ള ചാൻസസ് വളരെ അധികമാണ്. അതുമല്ലെങ്കിൽ മറ്റു ചിലർ പറയുന്നു ഇത് ബാക്സ്റ്റർ ബിൽഡിംഗ് ആവാമെന്ന്. ബാക്സ്റ്റർ ബിൽഡിംഗ് എന്ന് പറയുന്നത് കോമിക്സിലും സിനിമയിലും ഒക്കെ നമ്മുടെ ഫാന്റാസ്റ്റിക് ഫോറിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് അഥവാ അവരുടെ ബിൽഡിംഗ് ആണ് ഈ ബാക്സ്റ്റർ ബിൽഡിംഗ് എന്ന് പറയുന്നത്. സോ 2 തിയറീസ് ഉണ്ട്. ചിലർ പറയുന്നു ഇത് നോർമൻ ഓസ്ബോൺ വാങ്ങിയതാണ്, ചിലർ പറയുന്നു ഇത് ഫാന്റാസ്റ്റിക് ഫോർ വാങ്ങിയതാണെന്ന്. ഇതിൽ രണ്ടായാലും നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഇനി ഇത് രണ്ടും ആവാതിരിക്കാനുള്ള ചാൻസസും ഉണ്ട് ഗൈസ്. സോ പിന്നീട് നമുക്ക് നമ്മുടെ പീറ്റർ പാസ്പോർട്ട് വാങ്ങാൻ ചെല്ലുന്നത് കാണാൻ കഴിയും. ഇവിടെ ഈ ഒരു സീന് പ്രത്യേകത തന്നെ, നമുക്ക് ഇവിടെ പീറ്റർ പാർക്കറിന്റെ ആ ഒരു പാസ്പോർട്ട് ഇവർ കാണിച്ചു തരുന്നുണ്ട്. ബട്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, പീറ്ററിന്റെ ബർത്ത് ഡേറ്റ് അത് 10th ഓഗസ്റ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഡേറ്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്പൈഡർമാൻ ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടത് ഈ ഡേറ്റിലാണ്. അതായത് ഓഗസ്റ്റ് 10-നാണ് സ്പൈഡർമാന്റെ ആദ്യത്തെ കോമിക് ബുക്ക് പുറത്തേക്ക് വന്നത്. ബട്ട് ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാം, ഇവിടെ ഒരു വർഷം ഒന്നിനും കൊടുത്തിട്ടില്ല. ഈ പാസ്പോർട്ട് എടുക്കുന്ന വർഷമോ ഒന്നും അവർ കൊടുത്തിട്ടില്ല. കാരണം സ്പോയിലേഴ്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇത് എൻ ഗെയിമിന് ശേഷം നടക്കുന്നതാണോ അതോ ഇൻഫിനിറ്റി വാറിന് മുമ്പ് നടക്കുന്നതാണോ അതോ ഇത് എൻ ഗെയിമിന് എത്ര വർഷം ശേഷം നടക്കുന്നതാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാവാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ഇതിൽ നിന്ന് വർഷം ഒഴിവാക്കിയിട്ടുണ്ട്. മേ ബി നമുക്ക് മൂവിയിൽ ഇവിടെ ഇയർ കാണാൻ സാധിക്കും. ഓക്കെ, സോ ഇവിടെ നമുക്ക് പീറ്ററിന്റെ അന്ന് വിട്ടു നിൽക്കുന്ന രസമുള്ള ഫോട്ടോയൊക്കെ കാണാൻ കഴിയും. സോ പിന്നീട് നമുക്ക് ഓൺമയുടെയും പീറ്ററിന്റെ ഒരു സീനാണ്. അവിടെ ഓൺമേ പീറ്ററിനോട് പറയുന്നുണ്ട്, നീ പോവുകയാണെങ്കിൽ നിന്റെ സ്പൈഡർമാന്റെ സൂട്ടും കൂടി കൊണ്ടുപോകാൻ. ബട്ട് നമ്മുടെ പീറ്റർ പാർക്കറിന് സ്പൈഡർമാന്റെ സൂട്ട് കൊണ്ടുപോകാൻ തീരെ താല്പര്യമില്ല. കാരണം പീറ്റർ തന്നെ പറയുന്നുണ്ട് യൂറോപ്പിനൊരു ഫ്രണ്ട്ലി നെയ്ബർഹുഡ് സ്പൈഡർമാൻ ആവശ്യമില്ല, മാത്രമല്ല തനിക്ക് തന്റെ കൂട്ടുകാരോടൊപ്പം കുറച്ചു കാലം ചെലവഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്ന്. അപ്പം പീറ്റർ സൂട്ട് എടുക്കുന്നില്ല. ബട്ട് ഇന്റർനാഷണൽ ട്രെയിലറിലെ സീനിൽ നിന്ന് നമുക്ക് മനസ്സിലായി ഓൺമേ പീറ്ററിന് വേണ്ടിയിട്ട് ആ സൂട്ട് പെട്ടിയിനുള്ളിൽ വെച്ചിട്ടുണ്ടെന്ന്. അതോടൊപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം ആ പെട്ടിയിൽ വെബ് ഫ്ലൂയിഡും അതുപോലെ തന്നെ വെബ് ഷൂട്ടേഴ്സും ഒക്കെ വെച്ചിട്ടുണ്ട്. സോ ഓൺമേക്ക് ഇതിനെ പറ്റിയൊക്കെ അറിയാം. സോ ഓൺമേ തന്നെ വെബ് ഫ്ലൂയിഡും വെബ് ഷൂട്ടറും ഒക്കെ വെച്ചിട്ടുണ്ട് സൂട്ടിന്റെ ഒപ്പം. നമ്മുടെ പീറ്റർ പാർക്കർ ഇത് തിരിച്ചറിയുന്നത് നമ്മുടെ കസ്റ്റംസുകാരുടെ അടുത്ത് ചെല്ലുമ്പോഴാണ്. ഇവൻ വിചാരിച്ചത് കസ്റ്റംസുകാർ ഇവനെ പിടിച്ചു എന്നാണ് ഈ സ്പൈഡർമാന്റെ ഷൂട്ട് കണ്ടിട്ട്. ബട്ട് അവർ ഈ ബനാന കണ്ടിട്ടാണ് പിടിച്ചിരിക്കുന്നത്. അതൊക്കെ കുറച്ച് കോമഡി സീൻസ് ആണ്. സോ എന്തായാലും നമുക്ക് ട്രെയിലറിലേക്ക് തിരിച്ചു വരാം. സോ ഈ ഒരു ഇവൻ പെട്ടി അടയ്ക്കുന്ന ഈ ഒരു സീനിൽ, അതായത് സൂട്ട് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടി അടയ്ക്കുന്ന ഈ സീനിൽ നമുക്കൊരു ഈസ്റ്റർ എഗ് കാണാൻ കഴിയും. അത് മറ്റൊന്നുമല്ല, ഈ പെട്ടിയുടെ മുകളിൽ എഴുതിയിരിക്കുന്ന അക്ഷരങ്ങൾ BFP. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പീറ്ററിന്റെ അങ്കിളായിട്ടുള്ള ബെൻ പാർക്കറിനെ സൂചിപ്പിക്കുന്നതാണ്. അതായത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ പാർക്കർ എന്നതിന്റെ ഷോർട്ടാണ് BFP. അതൊരു ഈസ്റ്റർ എഗ് ആണ്. മറ്റ് സ്പൈഡർമാൻ മൂവികളിലൊക്കെ നമ്മൾ അങ്കിൾ ബെന്നെ കണ്ടിരുന്നു. ബട്ട് ഈ മൂവിയിലൊന്നും നമ്മൾ സ്പൈഡർമാൻ ഹോം കമ്മിങ്ങിലൊന്നും നമ്മൾ കണ്ടിട്ടില്ല. കാരണം ഈ ഒരു ഒറിജിൻ സ്റ്റോറി എല്ലാവർക്കും അറിയുന്നത് കൊണ്ട് തന്നെ അങ്കിൾ ബെൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ബട്ട് ഹോം കമ്മിങ്ങിലൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ ഓൺമേക്ക് ഇങ്ങനെ സംഭവിച്ചു അങ്ങനെ സംഭവിച്ചു. അതിനർത്ഥം ശരിക്കും അങ്കിൾ ബെന്നൊക്കെ ഉണ്ട്, അങ്കിൾ ബെൻ മരിച്ചുപോയി എന്നൊക്കെ തന്നെയാണ്. ശേഷം നമുക്ക് നമ്മുടെ പീറ്റർ എയർപോർട്ടിലേക്ക് പോകുന്നത് കാണാൻ കഴിയും. സോ ഇവിടെയാണ് നമ്മുടെ ഇന്റർനാഷണൽ ട്രെയിലറിന്റെ കാര്യം പറയേണ്ടത്. അവിടുത്തെ ഫസ്റ്റ് സീൻ എന്ന് പറയുന്നത് ഇവരൊക്കെ കൂടി എയർപോർട്ടിൽ ചെന്നിട്ടുള്ള സീനാണ്. അതായത് അവിടെ നമുക്ക് മിഷേലിനെ കാണാം, അതായത് MJയെ കാണാം, അതുപോലെ തന്നെ നെഡ്, ബെറ്റി, ഇവരെയൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, സോ അവിടെ നമുക്ക് നെഡിന്റെയും അതുപോലെ തന്നെ ബെറ്റിയുടെയും ഇടയിൽ ഒരു ചെറിയ റിലേഷൻഷിപ്പ് പൊട്ടി വരുന്നുണ്ടോ എന്ന് സംശയവും അവരുടെ ആ ചിരിയും കളിയൊക്കെ കാണുമ്പോൾ. സോ ഗൈസ്, ശേഷം നമ്മൾ വെനീസിലെ ഒരു ഷോട്ടാണ് കാണുന്നത്. അവിടെ ഇവരൊക്കെ കൂടി ഒരു വഞ്ചിയിൽ പോകുന്നുണ്ട്, ഒരു ബോട്ടിൽ പോകുന്നുണ്ട്. സോ ഇന്റർനാഷണൽ ട്രെയിലറിൽ ഈ ഒരു സീനിൽ പീറ്റർ പറയുന്നുണ്ട് എനിക്ക് MJയുടെ ഒപ്പം കുറച്ച് ദിനം ആഘോഷിക്കണം എന്നൊക്കെ. അതിനർത്ഥം ഇപ്പൊ തന്നെ ഇവർ തമ്മിൽ ഒരു ചെറിയ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടെന്ന്. സോ ഇവിടെ സീനിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ബെറ്റി നെഡിന്റെ ഫോട്ടോ എടുക്കുന്ന ഒരു സീനുണ്ട്. ഇതില് നെഡിന്റെ ബാക്കിലൂടെ ഒരു ബോട്ട് പോകുന്നുണ്ട്. അതിന്റെ മുമ്പില് 212 ASM 212 എന്ന് എഴുതിയിട്ടുണ്ട്. സത്യത്തിൽ ഇത് ആരും ശ്രദ്ധിക്കില്ല, ബട്ട് ഇതും ഒരു ഈസ്റ്റർ എഗ് ആണ്. ഈ പേര് എന്ന് പറയുന്നത്, ഈ ASM 212 എന്ന് പറയുന്നത് അമേസിംഗ് സ്പൈഡർമാൻ 212 വോളിയം ആണ്.
212 ലക്കം, അമേസിംഗ് സ്പൈഡർമാൻ്റെ 212 ലക്കമാണ്. സോ ഈ ഒരു ലക്കത്തിൽ ആണ് നമ്മൾ ഹൈഡ്രോമാനെ ആദ്യമായിട്ട് കണ്ടത്. സോ മേ ബി ഹൈഡ്രോമാൻ മൂവിയിലുണ്ട് എന്നതിൻ്റെ ഒരു ഈസ്റ്റർ ആയിട്ടായിരിക്കാം ഈ ഒരു ASM 212 എന്നവർ കൊടുത്തിട്ടുണ്ടാവുക. സോ ശേഷം നമ്മൾ പീറ്ററിനെയും അതുപോലെ തന്നെ MJയും എവിടെയോ കാണുന്നുണ്ട് ഒരു ഹാളിൻ്റെ ഉള്ളിൽ. സോ അവിടെ നിന്ന് ഇങ്ങനെ ഇവർ തമ്മിൽ ഫ്ലർട്ട് ചെയ്യുന്ന നമുക്ക് കാണാം. സോ വീണ്ടും നമുക്ക് വെനീസിലെ ഒരു ഷോട്ടാണ് കാണാൻ കഴിയുക. അപ്പം അവിടെ വെച്ച് നമ്മുടെ പീറ്റർ ബാക്ക്ഗ്രൗണ്ടിൽ പറയുന്നുണ്ട് നെഡിനോട്, അതായത് എനിക്ക് MJ ഇഷ്ടമാണ്, അവൾക്കും എന്നെ ഇഷ്ടമാണ്, എങ്കിൽ നമുക്ക് ഞങ്ങൾ കുറച്ച് ദിവസം അങ്ങനെ ഹാങ് ഔട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവർ രണ്ടുപേരും കൂടി മുറിയിലേക്ക് കയറുന്നു. അതേ സമയത്ത് നെഡും അതുപോലെ തന്നെ അതിനൊക്കെ അംഗീകരിച്ചുകൊണ്ട് എന്തൊക്കെയോ പറയുന്നു. ആ നെക്സ്റ്റ് സ്പോട്ടിലാണ് നമ്മുടെ നെഡിന്റെ കഴുത്തിലേക്ക് നിക് ഫ്യൂരി ഒരു ട്രാങ്കുലൈസർ വിടുന്നത്. സോ ആ ട്രാങ്കുലൈസർ കഴുത്തിൽ തറച്ച ഉടനെ തന്നെ നെഡ് ഉറങ്ങി വീഴുന്നുണ്ട്. ആ നെക്സ്റ്റ് സീനിൽ നമ്മൾ നിക് ഫ്യൂരിയുടെ ഷോട്ട് കാണും. സോ അതൊരു ഓസം സീനായിരുന്നു. സോ നമുക്ക് ട്രെയിലറിന്റെ ഡിസ്ക്രിപ്ഷൻ മുമ്പ് ഇറങ്ങിയപ്പോൾ തന്നെ മനസ്സിലായിരുന്നു നിക് ഫ്യൂരി സ്പൈഡർമാനെ കൂട്ടിക്കൊണ്ടു പോവാൻ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണെന്ന്, ഈ ഹൈഡ്രോമാനെയും മോൾട്ടർമാനെയൊക്കെ തുരത്താൻ വേണ്ടിയിട്ട്. സോ നമുക്കിവിടെ നിക് ഫ്യൂരിയെ കാണാൻ കഴിയും. സോ ഇതിൽ തന്നെ മനസ്സിലായി നിക് ഫ്യൂരിയും എൻഡ് ഗെയിമിലെ എല്ലാ സംഭവങ്ങളും തരണം ചെയ്തൊക്കെ വന്നിട്ടുണ്ടെന്ന്. ബട്ട് ഇവിടെ നിങ്ങൾ ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട്. നിക് ഫ്യൂരി പീറ്റർ പാർക്കറിനെ കാണുമ്പോൾ പറയുന്നത് നൈസ് ടു ഫൈനലി മീറ്റ് യു പാർക്കർ എന്നാണ്. ഗൈസ്, അതിനർത്ഥം നിക് ഫ്യൂരി ആദ്യമായിട്ടാണ് സ്പൈഡർമാനെ കാണുന്നത്, അല്ലെങ്കിൽ പീറ്റർ പാർക്കറും നിക് ഫ്യൂരിയും തമ്മിൽ ആദ്യമായിട്ട് കാണുന്നത് ഇവിടുന്നാണ്. ആദ്യമായിട്ട് വെച്ചാൽ നേരിട്ട്. ഓക്കെ, അപ്പം എൻഡ് ഗെയിമിൽ ഇവർ രണ്ടുപേരും തമ്മിൽ കണ്ടിട്ടില്ലേ? അത് വല്ലാത്തൊരു ചോദ്യമാണ്. എൻഡ് ഗെയിമിൽ ഇവർ രണ്ടുപേരും തമ്മിൽ കണ്ടിട്ടില്ലേ എന്നുള്ളത്. മേ ബി ടൈം ട്രാവൽ മൂലമായിരിക്കാം ഇവർ തമ്മിൽ പരസ്പരം കണ്ടിട്ടില്ലാത്തത്. ഓക്കെ, ടൈം ട്രാവൽ മൂലം സ്നാപ്പ് ഇല്ലാതെയാക്കി അങ്ങനെ ആയതുകൊണ്ട് ചിലപ്പോൾ ഇവർ രണ്ടുപേരും കണ്ടിട്ടുണ്ടായിരിക്കില്ല. സോ എന്തായാലും ഇവിടെ നിക് ഫ്യൂരി പീറ്ററിനെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാണ്. സോ ഇവിടെ എന്തായാലും ഇവർ വെനീസിലാണുള്ളത്. കാരണം ശേഷം നിക് ഫ്യൂരിയും അതുപോലെ തന്നെ പീറ്ററും ബോട്ടിൽ പോകുന്നത് കാണാൻ കഴിയും നമുക്ക്. അപ്പം അവിടെ പീറ്റർ നമ്മുടെ സ്പൈഡർമാൻ്റെ കോസ്റ്റ്യൂമിലാണുള്ളത്, നമ്മുടെ ഒറിജിനൽ സ്പൈഡർമാൻ സൂട്ടിൽ. ശേഷം നമുക്ക് നിക് ഫ്യൂരി ഏതോ ഒരു ബിൽഡിങ്ങിനുള്ളിൽ നിൽക്കുന്നത് കാണാം. മേ ബി ഇത് ഷീൽഡിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആവാനാണ് സാധ്യത. അപ്പം പീറ്റർ പാർക്കർ ബാക്ക്ഗ്രൗണ്ടിൽ പറയുന്നുണ്ട് നമ്മുടെ നിക് ഫ്യൂരി തൻ്റെ സമ്മർ വെക്കേഷൻ ഹൈജാക്ക് ചെയ്തു എന്നൊക്കെ. ശേഷം പിന്നെ പീറ്ററും നമ്മുടെ നെഡും തമ്മിലുള്ള സീനൊക്കെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ലണ്ടനിൽ ഇവരൊരു ബസ്സിൽ പോകുന്ന സീനൊക്കെ കാണുന്നുണ്ട്. ശേഷം നമുക്ക് നമ്മുടെ സ്പൈഡർമാൻ ആ ഒരു ബ്ലാക്ക് സൂട്ടില്, നമ്മൾ ആ പണ്ട് ലീക്ഡ് ഇമേജസിലൊക്കെ കണ്ട ആ ഒരു ബ്ലാക്ക് സൂട്ടിൽ പറക്കുന്നത് കാണാം. പറക്കുന്നത് വെച്ചാൽ ഗ്ലൈഡ് ചെയ്യുന്നത്. സോ ഇവിടെ ഇവരുള്ളത് ലണ്ടനിലാണ്. ലണ്ടനിലെ ആ ഒരു ലണ്ടൻ ബ്രിഡ്ജിന് മുകളിൽ എന്തോ അപകടം നടന്നിട്ടുണ്ട്. സോ അങ്ങോട്ടേക്ക് നമ്മുടെ സ്പൈഡർമാൻ പോവുകയാണ്. ഈ സൂട്ടിന് എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടോയെന്ന് അറിയില്ല. ഒറിജിനൽ സൂട്ടിന് ഇല്ലാത്ത എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് നമുക്കറിയില്ല. സോ അത് മൂവി കണ്ടാലും നമുക്ക് മനസ്സിലാവുകയുള്ളൂ. എന്തായാലും ഡിസൈനിലൊക്കെ നമ്മുടെ സ്റ്റീവ് ഡിറ്റ്കോയുടെ ഫസ്റ്റ് സ്പൈഡർമാൻ സൂട്ടിനോട് വളരെയധികം സാദൃശ്യം തോന്നിക്കുന്ന ഒരു സൂട്ടാണിത്. ശേഷം നമ്മൾക്ക് പറയത്തക്ക ഒരു സീനുള്ളത് നമ്മുടെ നിക് ഫ്യൂരിയും അതുപോലെ തന്നെ മരിയ ഹിൽ എന്ന് തോന്നുന്ന ഒരു സ്ത്രീയും സാൻഡ്മാൻ അല്ലെങ്കിൽ ആ ഒരു എർത്ത് എലമെന്റലിനെ അറ്റാക്ക് ചെയ്യുന്നതാണ്. സോ എർത്ത് എലമെന്റൽ ഏതോ ഒരു സ്ഥലത്ത് നാശനഷ്ടം ഉണ്ടാക്കുകയാണ്. അവിടെ നിക് ഫ്യൂരിയും മരിയ ഹില്ലും ഉണ്ട്. സോ ഇവന് നേരെ വെടിയുതിർക്കുകയാണ്. സോ അവിടെ ഫസ്റ്റ് എലമെന്റലിന്റെ ലുക്ക് നമ്മൾ കണ്ടു. ശേഷം നിക് ഫ്യൂരി സ്പൈഡർമാനോട് പറയുന്ന ഒരു സീനാണ്, നിനക്ക് കുറെ ഗിഫ്റ്റുകളൊക്കെ ഉണ്ട് പാർക്കർ എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ പീറ്റർ പാർക്കർ മാസ്ക് കഴിക്കുന്ന ഒരു സീന് കാണിക്കുന്നുണ്ട്. ശേഷം വീണ്ടും നമുക്ക് ലണ്ടൻ ടവറിന്റെ ഷോട്ടാണ് കാണുന്നത്. അപ്പം ഇതിന്റെ മുകളിൽ നമുക്ക് പറയാനുള്ളത് കുറച്ച് മേഘങ്ങൾ പുക, അതുപോലെ തന്നെ ഒരു ഓറഞ്ച് കളറിൽ തീയം തോന്നിക്കുന്ന എന്തോ, അതോടൊപ്പം തന്നെ കുറച്ച് മിന്നലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഗൈസ്, ഇവിടെ ഇതൊരു ഈസ്റ്റർ എഗ് ആണോ നല്ല സംശയമുണ്ട്. അതായത് ഇലക്ട്രോ ആണോ ഇവിടെ ഉള്ളത് എനിക്ക് നല്ല ഡൗട്ട് അടിക്കുന്നുണ്ട്. അത് ഈ ഒരു ഇലക്ട്രിസിറ്റി ഒക്കെ കൂടി കാണുമ്പോൾ ഇലക്ട്രോയും ഈ മൂവിയിലുണ്ടോ എന്നെനിക്ക് നല്ല ഡൗട്ട് അടിക്കുന്നുണ്ട്. നമുക്കറിയില്ല. എന്തായാലും ഇവിടെ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പുകയുടെ അടുത്തായിട്ട് എന്തോ ഒരു സാധനം ഉണ്ട് അവിടെ, ചെറുത്. സ്പൈഡർമാൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതോ ഇനി വല്ല ഷിപ്പാണോ എന്നറിയില്ല. സോ ഇവിടെ നമ്മുടെ ഇലക്ട്രോ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല ഡൗട്ട് അടിക്കുന്നുണ്ട്. ഇലക്ട്രോ മൂവിയിലുണ്ട് എന്നുള്ളതിനെ പറ്റി ആരും ഒന്നും പറഞ്ഞിട്ടില്ല. മേ ബി ഇത് വേറെ എന്തെങ്കിലും ആവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അതെന്താണ് എനിക്ക് മനസ്സിലായി. ശേഷം നമ്മുടെ സ്പൈഡർമാൻ ആ ഒരു ബ്ലാക്ക് റെഡ് സൂട്ടിൽ ഏതോ സ്ഥലത്ത് കൂടെ ഇങ്ങനെ പോകുന്നത്, മേ ബി ഈ ക്ലൗഡിനുള്ളിലൂടെ തന്നെ പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. ശേഷം നമുക്ക് ലണ്ടനിലെ ഒരു ബിൽഡിങ് തകരുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്. തകരാച്ചാൽ മുകളിൽ ഒരു എക്സ്പ്ലോഷൻ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി നമ്മുടെ സ്പൈഡർമാൻ ആ ഒരു സെയിം ബ്ലാക്ക് റെഡ് സൂട്ടിൽ തന്നെ താഴേക്ക് തൂങ്ങിയിടുന്നതും കാണാം.
ശേഷം നമുക്ക് മോൾട്ടൺ മാനിന്റെ ഒരു ഫസ്റ്റ് ലുക്ക് ലഭിക്കുന്നു. മോൾട്ടൺ മാൻ ആണെന്നാണ് തോന്നുന്നത്, ബട്ട് ഒറിജിനൽ എലമെന്റൽസിൽ മോൾട്ടൺ മാൻ അല്ല ഉള്ളത്. അയാളുടെ പേര് ഞാൻ ഓർക്കുന്നില്ല. എന്തായാലും മോൾട്ടൺ മാൻ എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. എന്തായാലും മോൾട്ടൺ മാന്റെ ഒരു ഫസ്റ്റ് ലുക്ക് നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. സോ അവിടെ ഹാപ്പി നമ്മുടെ പീറ്ററിനോട് പറയുന്നുണ്ട് നമ്മളൊക്കെ ഒറ്റയ്ക്കാണെന്ന്. വി ആർ ഓൾ എലോൺ ഗൈസ്. ഇവിടെ എനിക്ക് തോന്നുന്നത് ഒരു സ്പോയിലർ ആവാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഇവിടെ ഹാപ്പി ഉദ്ദേശിക്കുന്നത് ടോണി മരിച്ചുപോയി എന്നാണോ? അതുകൊണ്ടാണോ ഹാപ്പി വി ആർ ഓൾ എലോൺ എന്ന് പറയുന്നത്? അതായത് ടോണി ഉണ്ടായിരുന്നെങ്കിൽ മേ ബി ടോണി സ്പൈഡർമാനെ രക്ഷിക്കാനൊക്കെ ശ്രമിക്കുമല്ലോ. കാരണം ഹോം കമ്മിങ്ങിൽ തന്നെ പറഞ്ഞു സ്പൈഡർമാൻ തൻ്റെ ഉത്തരവാദിത്തമാണെന്ന്. സോ സ്പൈഡർമാനെ രക്ഷിക്കാൻ ശ്രമിക്കുമല്ലോ. മാത്രമല്ല ഹാപ്പിയുടെ അത്രയും ഒരു ഫീലിങ്ങിലാണ് പറയുന്നത്. മേ ബി ടോണി മരിച്ചു എന്നാണോ ഇവിടെ ഉദ്ദേശിക്കുന്നത്, അറിയില്ല ഗൈസ്. ഹാപ്പി ഇത് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ നമുക്ക് ചില ആളുകൾ കോട്ട് സൂട്ടും തോക്കൊക്കെ പിടിച്ച ചില ആളുകൾ എന്തോ ഒരു ഹോട്ടലിന്റെ ഉള്ളിലൂടെ പോകുന്ന സീൻ, ഉള്ളില് ആരെയും അറ്റാക്ക് ചെയ്യുന്ന സീൻ നമുക്ക് കാണാം. ഇതെന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആരെയാണ് ഇവർ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്ന്. സോ അവിടെ നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. ശേഷം നമ്മുടെ നെഡ്, ബെറ്റി അതുപോലെ തന്നെ MJ ലണ്ടൻ ബ്രിഡ്ജിലൂടെ ഓടുന്നൊരു സീൻ കാണിച്ചിട്ടുണ്ട്. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ആ ഒരു ഇടിമിന്നൽ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഒക്കെ കാണാൻ കഴിയും. സോ നമുക്ക് മനസ്സിലാക്കാം ആരോ മനഃപൂർവ്വം ഇടുന്നതാണ് ഈ സംഭവം. അതിന് മിസ്റ്റീരിയോ ആണോ അതോ ഇലക്ട്രോ ആണോ ഉറപ്പില്ല. സോ ശേഷം നമുക്ക് ആ ഒരു സ്പൈഡർമാൻ സ്റ്റെൽത്ത് സൂട്ടിന്റെ ഫസ്റ്റ് ലുക്ക് ലഭിക്കുന്നു. അതായത് ഷീൽഡ് സ്പൈഡർമാന് വേണ്ടി പ്രത്യേകം ഉണ്ടാക്കിയ ആ ഒരു സൂട്ടാണ്. അപ്പൊ നമുക്കിവിടെ കാണാൻ കഴിയുക ഒരു ബ്ലാക്ക് സൂട്ട്. നമുക്ക് ചില ലീക്ക്ഡ് ഇമേജസിൽ നിന്ന് ഇത് ലഭിച്ചിരുന്നു, ഇതിനെ പറ്റിയുള്ള വിവരങ്ങളൊക്കെ, ഇതിന്റെ രൂപമൊക്കെ. സോ മേ ബി ഈ സൂട്ട് നമ്മുടെ കോമിക്സിലുള്ള സ്പൈഡർമാൻ നോയർ സൂട്ടിനെയും റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. ഇതിന് പവേഴ്സ് എന്തൊക്കെയാന്ന് നമുക്ക് അറിയില്ല. ആ ഒരു പഴയ സൂട്ടിനുള്ള പവേഴ്സ് എല്ലാം ഇതിനുണ്ടോ എന്നുള്ള സംശയമാണ്. കാരണം ഈ ഒരു രൂപമൊക്കെ കണ്ടിട്ട് ഒരുമാതിരി ഒരു ഓൾഡ് ലുക്ക് ഉള്ള സൂട്ടാണ്. സോ ഇവിടെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടില് നിക് ഫ്യൂരിയെ കാണാൻ കഴിയും, അതുപോലെ തന്നെ മരിയ ഹിലിനെയും കാണാൻ കഴിയും. ഇവരൊരു കാറിലാണ് ഉള്ളത്. സോ ഇവിടെ ഇവർ രണ്ടുപേരുണ്ട്. എനിക്ക് തോന്നുന്നത് സ്പൈഡർമാൻ ഇവിടെ മോൾട്ടൺ മാനെ നേരിടാൻ വന്നതാണെന്ന്. സോ എന്തായാലും അപ്പോൾ ഹാപ്പി ബാക്ക്ഗ്രൗണ്ടിൽ പറയുന്നത് നിന്റെ കൂട്ടുകാരൊക്കെ ട്രബിളിലാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഹാപ്പി നീ എന്താണ് ഇതിനെപ്പറ്റി ചെയ്യാൻ പോകുന്നത്. ആ സെയിം ടൈമിൽ തന്നെ നമുക്ക് വെനീസിലെ ഷോട്ട് ലഭിക്കും. അപ്പൊ വെനീസിലെ ഈ ഒരു ഷോട്ടില് നമുക്ക് ഹൈഡ്രോമാന്റെ ഫസ്റ്റ് ലുക്ക് ലഭിക്കുന്നു. ഹൈഡ്രോമാൻ ഇവിടെ ഒരു ബ്രിഡ്ജിനെ അറ്റാക്ക് ചെയ്യുകയാണ്. എന്തേ എല്ലാവരും ഈ ബ്രിഡ്ജ് മപ്പാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ശേഷം നമുക്ക് പീറ്റർ ഈ ഒരു ബ്രിഡ്ജ് ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ റൂഫിന്റെ മുകളിൽ നിൽക്കുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇവിടെ സൂട്ടൊന്നും അണിഞ്ഞിട്ടില്ലെങ്കിലും കയ്യിൽ വെബ് ഷൂട്ടേഴ്സ് ഒക്കെ ഉണ്ട്. ആകെ നനഞ്ഞു കുളിച്ചാണ് നിൽക്കുന്നത്. സോ ഹൈഡ്രോമാനെ നേരിടാനുള്ള പുറപ്പാടിലാണ്. ബട്ട് ആ ടൈമിൽ തന്നെ നമ്മുടെ ഹൈഡ്രോമാൻ പീറ്ററിനെ അടിക്കുന്നു. പീറ്റർ ആ ഒരു പാലത്തിന്റെ കൈവരിയിൽ ചെന്ന് നിൽക്കുകയാണ്. ശേഷം എല്ലാവരും ഒരു ബോട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഓടുന്നത് കാണിച്ചിട്ടുണ്ട്. മേ ബി ഹൈഡ്രോമാന്റെ അറ്റാക്ക് കാരണമായിരിക്കാം ഇങ്ങനെ കാണിച്ചിട്ടുള്ളത്. ശേഷമാണ് ഗൈസ് അടിപൊളി സീൻ. നമ്മള് മിസ്റ്റീരിയോയുടെ ഫസ്റ്റ് ലുക്ക് നമുക്ക് ലഭിക്കുകയാണ്. അതായത് മിസ്റ്റീരിയോയുടെ എൻട്രിയാണ് കാണിച്ചിട്ടുള്ളത് വെനീസില്. സോ ഒരു ഗ്രീൻ മിസ്റ്റ് ഒക്കെ വന്ന് തന്റെ ഫിഷ് ബോൾ തലയിൽ വെക്കാതെയാണ്, ആ ഒരു കലം തലയിൽ വെക്കാതെയാണ് മിസ്റ്റീരിയോ ആദ്യം പ്രത്യക്ഷപ്പെടുന്നത്. നമ്മുടെ ജെയ്ക്ക് ജിലൻഹോളിന്റെ പെർഫോമൻസ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. സോ സ്പൈഡർമാൻ പീറ്റർ പാർക്കർ ഇയാളെ കണ്ട് ഞെട്ടിയിട്ടുണ്ട്. എന്തായാലും ഇവിടെ മിസ്റ്റീരിയോ നമ്മുടെ സ്പൈഡർമാനെ സഹായിക്കുകയാണ്. അതായത് ഹൈഡ്രോമാനെ തുരത്താൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. നമുക്ക് ഇവൻ ഒരുപാട് കയ്യിൽ നിന്ന് എന്തൊക്കെയോ പച്ച കളറുള്ള പുകയോ എന്തൊക്കെയോ വിടുന്ന കാണിച്ചിട്ടുണ്ട്. ഒരു ഷീൽഡ് ഉണ്ടാക്കുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവ പറക്കുന്നതായിട്ടും ഒക്കെ കാണിച്ചിട്ടുണ്ട്. സോ ഗൈസ് ഇവിടെ ഈ ഒരു ഗ്രീൻ മിസ്റ്റ് ഒക്കെ വരുമ്പോൾ ശബ്ദങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. സോ ഇത് ഒറിജിനൽ സാധനമാണോ അതോ മിസ്റ്റീരിയോ ഉണ്ടാക്കുന്ന വെറും അട്രാക്ഷൻസ് മാത്രമാണോ എന്ന് അറിയില്ല. സോ ഗൈസ് ഇവിടെ ഞാൻ മേ ബി ഈ സിനിമയ്ക്ക് സ്പോയിലർ ആവാനുള്ള ഒരു സംഭവം പറയുകയാണ്. സോ നിങ്ങൾ വേണമെങ്കിൽ ഇത് ഒഴിവാക്കാം. ഒരു 20-30 സെക്കൻഡ് ഒഴിവാക്കാം. അതിനുശേഷം നിങ്ങൾക്ക് വീഡിയോ തുറന്നു കാണാം, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോ നിർത്താം. അത് ഇപ്പോൾ കുറച്ചു കാലമായിട്ട് വരുന്നതാണ്. അതായത് മിസ്റ്റീരിയോ സത്യത്തിൽ ഈ സിനിമയിൽ വില്ലൻ തന്നെയാണെന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ മിസ്റ്റീരിയോ ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റണ്ട് ഡയറക്ടറാണ്, ആക്ഷൻ VFX ഒക്കെ ചെയ്യുന്ന ആളാണ്. സോ ഇയാള് തൻ്റെ ഇഫക്ട്സ് ഉപയോഗിച്ചുകൊണ്ട് മോൺസ്റ്റേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത് അവരെ തന്നെ ഡിസ്ട്രോയ് ചെയ്ത ആളാകുന്ന തരത്തിലുള്ളതാണ്. സോ മേ ബി ഈ ഒരു മോൾട്ടൺ മാൻ, ഹൈഡ്രോമാൻ, അതുപോലെ തന്നെ സാൻഡ്മാൻ മിസ്റ്റീരിയോ ക്രിയേറ്റ് ചെയ്ത വെറും ഇല്യൂഷൻസ് മാത്രമാവാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ പറയാൻ കാരണം മേ ബി മിസ്റ്റീരിയോ ഷീൽഡിന്റെ മുമ്പിലും സ്പൈഡർമാന്റെ മുമ്പിലും ഒക്കെ നല്ലവൻ ചമയാനുള്ള
ഏർപ്പാടാവാനുള്ള ചാൻസ് ഉണ്ട് കോമിക്സിലുള്ള പോലെ തന്നെ. അതുകൊണ്ടായിരിക്കാം ഇവിടെ ഈ ഒരു ഷീൽഡ് പോലെയൊക്കെ കാണിച്ചിട്ടുള്ളത്. കോമിക്സിൽ മിസ്റ്റീരിയോയ്ക്ക് പവേഴ്സ് ഒന്നുമില്ല, ബട്ട് ഇവിടെ മാജിക് ഉള്ള പോലെയൊക്കെ കാണിച്ചിട്ടുണ്ട്. സോ ഗൈസ്, ഇവിടെ ഹൈഡ്രോമാൻ അറ്റാക്ക് ചെയ്യുമ്പോൾ മിസ്റ്റീരിയോയ്ക്ക് ആ ഒരു ഫിഷ് ബോളൊക്കെ തലയിൽ കൊടുത്തിട്ടുണ്ട്. എന്തായാലും അത് വളരെ നല്ലൊരു കാര്യമായിരുന്നു. ബട്ട് ഗൈസ്, അതല്ലെങ്കിൽ മേ ബി നമ്മുടെ മിസ്റ്റീരിയോ ഹീറോ ആവാനുള്ള ചാൻസസ് ഉണ്ട്. അതായത് ഈ സ്പൈഡർമാനും മോൾട്ടൺമാനും ഹൈഡ്രോമാനും ഒക്കെ വില്ലന്മാർ തന്നെയാണ്. അവർ എലമെന്റൽസ് ആയിട്ട് തന്നെ വന്നതാണ് അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ എലമെന്റൽസ് തന്നെയായിരിക്കും മൂവിയിലെ മെയിൻ വില്ലൻസ്. അതിനും ചാൻസസ് ഉണ്ട്, നമുക്ക് തള്ളിക്കളയാൻ പറ്റൂല. അതല്ലെങ്കിൽ മേ ബി ഈ 3 പേരും റിയൽ ആയിരിക്കാം, ഇവര് മിസ്റ്റീരിയോയുമായിട്ട് ചേർന്നതായിരിക്കാം. അങ്ങനെയും ചാൻസസ് ഉണ്ട് ഗൈസ്. സോ നമുക്ക് ഒരു പോസിബിലിറ്റി നമുക്ക് തള്ളിക്കളയാൻ മാത്രം പറ്റില്ല. സോ നമുക്ക് അതിന് ശേഷം ടൈറ്റിലാണ് ദൃശ്യമാവുന്നത്. ഒരു അടിപൊളി ടൈറ്റിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് സ്പൈഡർമാൻ ഫാർ ഫ്രം ഹോമിന്റെ. ശേഷം നമുക്ക് ഒരു പോസ്റ്റ് ട്രെയിലർ സീൻ എന്നുള്ള നിലയിൽ ഒരു TV റിപ്പോർട്ട് കാണുന്നുണ്ട്. അതായത് TV-യിൽ ഇങ്ങനെ മിസ്റ്റീരിയോയുടെ ബാറ്റിൽ കണ്ടുകൊണ്ട് നമ്മുടെ പീറ്റർ പാർക്കറും ഫ്രണ്ട്സും നിൽക്കുന്നുണ്ട്. അപ്പം അവിടെ ഒരു ചെറുക്കൻ പറയുന്നുണ്ട്, ഇവനെ കണ്ടാൽ ടോണിയും നമ്മുടെ അയൺമാനും തോറും കൂടി മിക്സ് ചെയ്ത പോലത്തെ ഒരു രൂപമാണെന്നൊക്കെ പറയുന്നുണ്ട്. സോ പലരും പറയുന്നത് ഈ ഒരു ചെറുക്കൻ സത്യത്തിൽ ഹാരി ഓസ്ബോൺ ആണെന്നാണ്. അങ്ങനെയാണെങ്കിൽ നേരത്തെ ആ ബിൽഡിംഗ് ഓസ്ബോൺ വാങ്ങിച്ചു എന്നുള്ളതിനാവും പ്രാധാന്യം കൂടുതൽ. സോ എന്തായാലും ഇവിടെ ഇവര് അന്തം വിട്ട് നിൽക്കുകയാണ് ഈ ഒരു ആളെ കണ്ടിട്ട്. അതിനുശേഷം നമ്മുടെ ഫ്ലാഷ് ഇങ്ങനെ പറയുന്നുണ്ട് അവൻ സ്പൈഡർമാനായിട്ട് ഒക്കൂല, സ്പൈഡർമാനാണ് ബെറ്റർ എന്നൊക്കെ പറയുന്നുണ്ട്. സോ ഗൈസ്, ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ട്രെയിലർ എന്ന് പറയുന്നത്. സോ ഇതിനിടയിൽ നമുക്ക് പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് ഇത് എൻഡ് ഗെയിമിന് ശേഷമാണോ ഇൻഫിനിറ്റി വാറിന് മുമ്പാണോ നടക്കുന്നത്? ഇതിനെപ്പറ്റി കെവിൻ ഫൈഗി നമ്മളോട് പറഞ്ഞത് ഇത് എൻഡ് ഗെയിമിന് ശേഷം നടക്കുന്നതാണ്. അതായത് സ്പൈഡർമാൻ ഫാർ ഫ്രം ഹോം ഒരിക്കലും ഇൻഫിനിറ്റി വാറിനോ എൻഡ് ഗെയിമിനോ ഒരു പ്രീക്വൽ അല്ല, ഇത് അതിന് ശേഷം നടക്കുന്ന കഥ തന്നെയാണെന്ന് കാണിച്ചിട്ടുണ്ട്. സോ ഇതിൽ കാണിക്കുന്ന എല്ലാവരും സ്നാപ്പിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടവരാണ്, എൻഡ് ഗെയിമിന്റെ ഇവന്റ്സ് തരണം ചെയ്തവരാണ്. പിന്നെ നമുക്കുള്ള സംശയം അയൺമാൻ ആണ് ഗൈസ്. സോ ടോണിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം. അപ്പൊ അതിനിടയിൽ ഞാൻ പറഞ്ഞു, ആ ഒരു ഡയലോഗ്, ഹാപ്പിയുടെ ആ ഒരു ഡയലോഗ്, നമ്മളെല്ലാവരും ഒറ്റയ്ക്കാണ് എന്ന് പറയുന്ന ആ ഒരു ഡയലോഗ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം ടോണി സ്റ്റാർക്ക് മരിച്ചത് കൊണ്ടാണ് ഇവൻ ഇങ്ങനെ പറയുന്നത് എന്ന്. സോ ടോണി സ്റ്റാർക്ക് മരിക്കാനുള്ള ചാൻസസ് വളരെ അധികമാണ്. സോ അതിനെപ്പറ്റി ഇനിയും ഒരു ക്ലാരിഫിക്കേഷൻ നമുക്ക് ലഭിച്ചിട്ടില്ല. അതുപോലെ തന്നെ മിസ്റ്റീരിയോയുടെ കാര്യം, മിസ്റ്റീരിയോ ഹീറോ ആണോ അതോ വില്ലനാണോ എന്നുള്ളത്. അതായത് ഷീൽഡിന്റെ മുമ്പിൽ ഒരു നല്ലവനായിട്ട് അഭിനയിക്കാൻ വേണ്ടിയിട്ട് മിസ്റ്റീരിയോ ഉണ്ടാക്കിയെടുത്ത ഇല്യൂഷൻസ് ആണോ ഈ സാൻഡ്മാൻ, ഹൈഡ്രോമാൻ, അതുപോലെ തന്നെ മോൾട്ടൺമാൻ എന്ന് പറയുന്നത് തീരുമാനമായിട്ടില്ല. സോ അതൊക്കെയാണ് നമുക്ക് ഈ ട്രെയിലറിൽ നിന്ന് ലഭിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. സോ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, മാർവലിന്റെ MCUവിന്റെ ഫേസ് 4-ലെ ഫസ്റ്റ് മൂവിയാണ് സ്പൈഡർമാൻ ഫാർ ഫ്രം ഹോം. അതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് ഈ മൂവിയിൽ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് എന്നറിയില്ല. എന്തായാലും ട്രെയിലർ വളരെ അടിപൊളിയായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. 5/5 തന്നെ നമുക്ക് റേറ്റിംഗ് കൊടുക്കാം. കാരണം ഒരുപാട് VFX സീൻസും ആക്ഷൻ സീൻസും ഒക്കെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഒരുപാട് ഈസ്റ്റർ എഗ്സ് ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വളരെ നല്ലൊരു ട്രെയിലർ ആയിരുന്നു. സോ ഗൈസ്, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താത്ത എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ കമന്റ് സെക്ഷൻ താഴെ ഉണ്ട്, അവിടെ രേഖപ്പെടുത്തിയാൽ മതി. സോ എൻ്റെ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് താഴെ കമന്റിൽ രേഖപ്പെടുത്താം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മാർവൽ റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ദിസ് ഈസ് സുദേവ് കൃഷ്ണൻ സൈനിങ് ഔട്ട് ഫ്രം സൂപ്പർ ക്ലിപ്സ്.